ക്വസ്റ്റ്യൻ നമ്പർ 30th ക്വസ്റ്റ്യൻ 3D ജോമെട്രിയിൽ നിന്നുമുള്ളതാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? D1 എന്ന് പറയുന്നത് രണ്ട് സ്ട്രൈറ്റ് ലൈൻസിന് ബിറ്റ്വീനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. D2 എന്ന് പറയുന്നത് മറ്റ് രണ്ട് സ്ട്രൈറ്റ് ലൈൻസിന് ബിറ്റ്വീനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ D1ഉം D2ഉം ഇൻവോൾവ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 2 പ്രാവശ്യം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. വളരെ ഡയറക്റ്റ് ആണ്, പുതിയ കോൺസെപ്റ്റുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. NCERT ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 സ്ട്രൈറ്റ് ലൈൻസ് എടുക്കാം. ഫസ്റ്റ് 2 സ്ട്രൈറ്റ് ലൈൻസ് എടുത്താൽ അതിനെ നമുക്ക് ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതാം. ഇവിടെ ആദ്യത്തെ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ x+1 അടുത്തത് = 2y എന്നാണ്. അപ്പോൾ നമുക്കറിയാം 2y എന്നൊന്നും വരാൻ പാടില്ല, y - y1/b ആ രീതിയിലാണ് വരേണ്ടത്. അതുപോലെ അടുത്തതും -12z. അപ്പോൾ അവിടെ വെറും z എന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ആ -12നെയൊക്കെ അവിടെ നിന്ന് മാറ്റണം. ഞാനൊരു കാര്യം ചെയ്യുന്നു, ഈ ഒന്നാമത്തെ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു -12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ ത്രൂ ഔട്ട് ഒരു -12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എനിക്ക് എങ്ങനെയാണ് കിട്ടുക? x+1 ഡിവൈഡഡ് ബൈ -12 കണ്ടോ. അപ്പോൾ അതിനെ ഞാൻ L1 എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈനായിട്ട് എടുക്കുന്നു. അപ്പോൾ L1 എന്ന് പറയുന്നത് x+1 ഡിവൈഡഡ് ബൈ -12 = 2y നമ്മൾ -12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ y/-6 ആകത്തില്ലേ. അതേപോലെ z/1 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായി മാറിയിട്ടില്ലേ. അപ്പോൾ ഫസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഇക്വേഷൻ തന്നിരുന്നത്, നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിവെച്ചു. ഇനി രണ്ടാമത്തെ സ്ട്രൈറ്റ് ലൈൻ എടുക്കാം, L2. രണ്ടാമത്തെ സ്ട്രൈറ്റ് ലൈൻ എടുത്താൽ അതും സ്റ്റാൻഡേർഡ് ഫോമിലല്ല, ചെറിയ വ്യത്യാസമുണ്ടല്ലേ. 6z - 6 എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഇസഡിൻ്റെ കൂടെയുള്ള 6നെ എനിക്ക് മാറ്റണം. ഞാൻ ത്രൂ ഔട്ട് ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് x/6 = y+2 ഡിവൈഡഡ് ബൈ 6 = z-1/1 എന്നല്ലേ വരുന്നത് അല്ലേ. 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ അല്ലേ മക്കളെ. ഇതാണ് 2 സ്ട്രൈറ്റ് ലൈൻസ്. നിങ്ങൾക്കറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് A1 വേണം, A2 വേണം, B1 വേണം, B2 വേണം. ഈ വെക്റ്റേഴ്സൊക്കെ അല്ലേ വേണ്ടത്. വെക്റ്റർ A1 എന്ന് പറയുന്നത് L1 പാസ് ചെയ്യുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. അത് നമുക്ക് ഇക്വേഷൻ ചെയ്യുന്ന എങ്ങനെ എഴുതാൻ പറ്റുക? -i, അവിടെ വൈയും ഇസഡിലും ഒന്നും നമ്പറുകൾ കാണാനില്ല, അപ്പോൾ അതുകൊണ്ട് -i എന്ന് മാത്രമേ വരുള്ളൂ. ഇനി ഇതേപോലെ വെക്റ്റർ A2 രണ്ടാമത്തെ സ്ട്രൈറ്റ് ലൈനിൽ നിന്നുമുള്ള പാസ് ചെയ്യുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. അത് നിങ്ങൾക്ക് -2j + k എന്നല്ലേ കിട്ടുന്നത്. ഇനി ഇതുപോലെ പാരലൽ വെക്റ്റേഴ്സ്, വെക്റ്റർ B1 ഒന്നാമത്തെ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വെച്ച് എഴുതുന്ന വെക്റ്റർ അല്ലേ വെക്റ്റർ B1, -12i -6j + k എന്ന് കിട്ടും. ഇതേപോലെ രണ്ടാമത്തെ വെക്റ്ററിൻ്റെ രണ്ടാമത്തെ സ്ട്രൈറ്റ് ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്റ്ററാണ് വെക്റ്റർ B2. അത് നമുക്ക് 6i + 6j + k എന്നാണല്ലോ എഴുതാൻ പറ്റുന്നത്. കാൽക്കുലേഷൻ വേണമെങ്കിൽ എനിക്ക് ആദ്യം A2 - A1 വേണം. A2 - A1 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ i ശരിയല്ലേ -2j + k എന്നാണ് കിട്ടുന്നത് അല്ലേ. A2 - A1 ഇവിടെ i -2j + k എന്ന് വരും. ഇനി അതുകൂടാതെ B1 × B2ൻ്റെയും കൂടെ ആവശ്യമുണ്ടല്ലോ. B1 × B2 ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്യണ്ടേ. ഡിറ്റർമിനൻറ്റിൽ ഫസ്റ്റ് റോ ijk, സെക്കൻഡ് റോയിൽ B1ൻ്റെ കമ്പോണൻസ് ആണ് -12 -6 1 എന്ന് കിട്ടും. തേർഡ് റോയിൽ B2ൻ്റെ കമ്പോണൻസ് ആണ് 6 6 1 എന്നല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ B1 × B2 ഈ ഡിറ്റർമിനൻറ്റിനെ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനെ നിങ്ങൾ ഫസ്റ്റ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുക -12y + 18j -36k എന്നാണ്. വേണമെങ്കിൽ ഒരു 6 കോമൺ എടുക്കാം അല്ലേ. ഒരു 6 നമ്മൾ കോമൺ എടുത്താൽ -2i + 3j -6k എന്നായിരിക്കും കിട്ടുക. ഇനി നമുക്ക് മോഡുലസ് ഓഫ് B1 × B2 കൂടെ വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എടുക്കാം. 6ൻ്റെ മോഡ് 6 തന്നെ. ഇനി വെക്റ്ററിൻ്റെ മോഡ് എടുത്താൽ √(-2² + 3² + 36) എന്നല്ലേ. അതായത് 6 × √49 വരും, 6 × 7 വരും, അതായത് 42 അല്ലേ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് D1 കണ്ടുപിടിക്കാം. D1 എന്ന് പറയുന്നത് ഫോർമുല എന്താ? മോഡുലസ് ഓഫ് A2 - A1
ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2 ആണല്ലോ. അപ്പോൾ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല. അപ്പോൾ ഇതിലേക്ക് വാല്യൂസ് ഒക്കെ കൊടുക്കാം. A2 മൈനസ് A1ൻ്റെയും B1 ക്രോസ് B2ൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് A2 മൈനസ് A1 ദാ ഇവിടെയുണ്ട് അല്ലേ, B1 ക്രോസ് B2 A2 മൈനസ് A1 ദാ ഇവിടെയുണ്ട്. രണ്ടിൻ്റെയും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. നമുക്ക് എന്താ കിട്ടുക? 1 ഇൻറ്റു -12 ദാ ഇത് നോക്കിയാൽ മതിയാകും. 1 ഇൻറ്റു -12 അല്ലേ, -2 ഇൻറ്റു 18 ദെൻ 1 ഇൻറ്റു -36 എന്ന് കിട്ടും. ശരിയാണോ ഞാൻ പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -12 -36 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2 നമ്മൾ 42 എന്ന് എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ D1 കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് എന്ത് വേണം? D2 വേണം. D2 കിട്ടാനായിട്ട് ഞാൻ അടുത്ത 2 ലൈൻസ് എടുക്കുന്നു. അടുത്ത 2 ലൈൻസും സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് മാറ്റം വരുത്തി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് A1 എന്ന് പറയുന്നത് I-8j + 4k എന്നാണ് കിട്ടുക. A2 എന്ന് പറയുന്നത് I+2j + 6k ആണ് കിട്ടുന്നത്. അതുപോലെ വെക്റ്റർ B1 എന്ന് പറയുന്നത് 2i - 7j + 5k അല്ലേ വരിക. അതുപോലെ B2 എന്ന് പറയുന്നത് 2i + j - 3k ഇതാണല്ലോ. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി A2 - A1 വേണം. അപ്പോൾ A2 - A1 നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ A2 - A1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10j + 2k എന്നല്ലേ കിട്ടുക. നോക്കി, A2 - A1 സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ. I - I ക്യാൻസൽ ആകും. 2 - -8 അത് 10 ആണ്. 6 - 4 2 ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ B1 ക്രോസ് B2 കണ്ടുപിടിക്കാം. B1 ക്രോസ് B2 കണ്ടുപിടിക്കണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് വേണമല്ലോ. ഡിറ്റർമിനൻറ്റ് IJK. ദെൻ സെക്കൻഡ് റോ ആയിട്ട് B1ൻ്റെ കമ്പോണൻസ് എഴുതാം. B1ൻ്റെ കമ്പോണൻസ് 2 - 7 5 ആണ്. B2ൻ്റെ കമ്പോണൻസ് 2 1 - 3 ആണ്. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 16i + 16j + 16k എന്നായിരിക്കും. വേണമെങ്കിൽ ഒരു 16 കോമൺ എടുത്താൽ I + j + k എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് B1 ക്രോസ് B2. അപ്പോൾ എന്താ മോഡ് B1 ക്രോസ് B2 വരിക? മോഡ് B1 ക്രോസ് B2 = 16ൻ്റെ മോഡ് 16 തന്നെ, മറ്റേത് മോഡ് √(1² + 1² + 1² √3 അല്ലേ വരിക. 16 √3 കിട്ടും. അപ്പോൾ ഇവിടെ വെച്ച് എനിക്ക് D2 കണ്ടുപിടിക്കാം അല്ലേ. ഫോമുല അതാ മുകളിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഫോമുല കൊടുത്താൽ A2 - A1 ഡോട്ട് B1 ക്രോസ് B2. അപ്പോൾ നമ്മൾ 16 ഇൻറ്റു അല്ലേ 10 + 2 എന്ന് കിട്ടും. 16 ഇൻറ്റു 10 + 2 ഡിവൈഡഡ് ബൈ 16 √3 എന്നല്ലേ വരിക. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് 16 ക്യാൻസലായി പോകും. പിന്നെ നമുക്ക് കിട്ടുക 12 ഡിവൈഡഡ് ബൈ √3 എന്നാണ്. 12/√3 വേണമെങ്കിൽ നിങ്ങൾക്ക് 4√3 എന്ന് മാറ്റി എഴുതാമല്ലോ. 12 എന്ന് പറയുന്നത് 4 × 3 ആണ്. അപ്പോൾ D1 കിട്ടി, അതുപോലെ D2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 32 × √3 D1/D2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 32 √3 ഇൻറ്റു എന്താ D1 നമുക്ക് 2 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് ഡിനോമിനേറ്റർ 4√3 D2 4√3 അല്ലേ. √3 ഒക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 8 × 2 16 അല്ലേ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. സോ ആൻസർ ഈസ് 16.